ഹലോ എവറി വൺ. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ ഈവനിങ് വ്ളോഗാണ്. എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഉറങ്ങി എണീക്കുമ്പോൾ നല്ല മഴ ആയിരുന്നു. അതുകൊണ്ട് ഡയറക്റ്റ് കിച്ചണിലേക്ക് വന്ന് ചായ വെച്ചു. ചായ ഒക്കെ വെക്കുന്ന ടൈം കൊണ്ട് തന്നെ മഴ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ചായ ഒക്കെ വെച്ചു. ഇന്ന് മഴയൊക്കെ വന്നിട്ടുണ്ടല്ലോ, നല്ല തണുപ്പ് പോലെ ഉണ്ടായിരുന്നു ഒരു ക്ലൈമറ്റ്. അതുകൊണ്ട് വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ചായ അടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പുറത്താണ് കേട്ടോ ഇന്ന് ചായ അടിച്ചത്. ചായ ഒക്കെ കുടിച്ചിട്ട് ഈ ഒരു സ്റ്റോറി ബുക്ക് ഉണ്ടല്ലോ, ആദ്യം ഞാൻ വാങ്ങും എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്രയ്ക്ക് യൂസ്ഫുള്ളൊന്നും ആയിരിക്കില്ല, ബേബി ഇതൊന്നും നോക്കൂല എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഫുൾ ഓപ്പോസിറ്റായിരുന്നു. ഇത് വാങ്ങിയപ്പോൾ തൊട്ട് ഇവനതൊക്കെ നോക്കുന്നുണ്ട്. ഇതിൽ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, ഫുൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതെന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കാനൊക്കെ നല്ല രസമുണ്ട് ഈ ബുക്ക്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഔട്ട് സൈഡ് പോവാം, ഒന്ന് വാക്കിങ്ങിന് പോയിട്ട് വരാമെന്ന് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് വാക്കിങ്ങിന് വന്നതാണ്. കുറേ ദൂരമൊന്നും പോകുന്നില്ല, ജസ്റ്റ് പോകുന്നത് ഒരു 10 to 15 മിനിറ്റ്സ് വാക്കാണ്. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള റോഡിലോട്ടാണ് കേട്ടോ വരുന്നത്. റോഡിൽ കുറച്ചിപ്പോൾ മഴയൊക്കെ വന്നുകൊണ്ട് ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ലോ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഉപ്പുപ്പാൻ്റെ വീടാണ്. ജസ്റ്റ് അവിടേക്കും കയറാമെന്ന് വിചാരിച്ചു, ഉപ്പുപ്പാനോടൊക്കെ സംസാരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ അവിടേക്കാണ് കേട്ടോ വന്നത്. അവിടെ വന്നിട്ട് അകത്ത് വന്ന് സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഈ ഒരു ഗ്രീൻ മിക്സ്ചർ ഉണ്ടല്ലോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർക്കുണ്ടല്ലോ കുറേ ചെടികളൊക്കെ നട്ട് വളർത്തുന്ന ശീലമാണ് കൂടുതൽ. കുറേ ചെടിയൊക്കെ ഉണ്ട് ഇവിടെ, ഫ്ലവേഴ്സിൻ്റെ ആയാലും പിന്നെ വെജിറ്റബിൾസൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കാൻ പോയില്ല. നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ. മഴയൊക്കെ വന്നപ്പോൾ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇതൊക്കെ ആയതിന് ശേഷം ഉണ്ടല്ലോ അവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ മഴ വരുന്നൊരു സ്കൈ ഒക്കെ കാണുമ്പോണ്ടല്ലോ, ഇപ്പം മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിന്ന് ഇവിടെ തന്നെ ആയി പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റോഡിലിങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. റോഡൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല മഴ പെയ്തിട്ടുണ്ട്. ഈ മഴക്കാലം പോയിട്ടുണ്ടല്ലോ, ഇവിടെ മഴ പെയ്യുന്ന നിന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. പക്ഷേ ഇടയ്ക്ക് മഴ വരുന്നത് നല്ല രസമല്ലേ, നല്ല ചൂടുള്ള ടൈമിലൊക്കെ മഴ വരുമ്പോൾ നല്ലൊരു രസമല്ലേ. വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ വാപ്പ പറഞ്ഞു പള്ളിയിൽ നിന്ന് സ്വലാത്തുണ്ടായിരുന്നു, അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കണം എന്നൊക്കെ. അങ്ങനെ ജസ്റ്റ് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പള്ളിയിലേക്ക് വേണ്ട പത്തിരൊക്കെ മാവൊക്കെ കുഴച്ചു പരത്തി പത്തിരൊക്കെ ഉണ്ടാക്കി. പത്തിരൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ചെറിയതായിട്ടൊരു വീഡിയോ എടുത്തത്. അങ്ങനെ പത്തിരൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു വാഴയിലുണ്ടല്ലോ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയിലയിൽ ഇങ്ങനെ ചുരുട്ടി പൊതിയും ഈ പത്തിലുണ്ടാക്കിയതിന്. എന്നിട്ട് അത് പൊതിഞ്ഞിട്ടോ ഉമ്മയാണ് കേട്ടോ പൊതിയുന്നത്. വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് ഒരു കവറിലാക്കി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഒരു 2 days ആയിട്ട് കുറേ കൊറിയേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഓപ്പണാക്കാൻ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഓപ്പണാക്കി നയിക്കാന്ന് കേട്ടോ. ഇതൊരു ഗിഫ്റ്റ് ബോക്സ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഇതാണ്. എനിക്കെന്തോ നല്ല ഇഷ്ടമായി. ഒരു ഫ്രിസി ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മീഷോയുടെ പാർസൽ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പാർസലും ഉണ്ടായിരുന്നു. അതൊരു ഓൺലൈൻ പേജിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതും ഉണ്ടായിരുന്നു. അതൊക്കെ ഓപ്പൺ ചെയ്തു, ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ വാപ്പ പള്ളിയിൽ നിന്ന് വന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പൊതി കിട്ടും. അതിൽ പത്തിരിയും ഇറച്ചക്കറി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ്. അത് നമ്മൾ എത്ര വീട്ടിലുണ്ടാക്കാൻ ട്രൈ ചെയ്താലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ആ കറിക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അതും കിട്ടി.
അതിന് ശേഷം ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ചെറിയ കുട്ടി വിശേഷമാണിത്. നിങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ.